ഈ പറയുന്ന പോലെ ലൈവ് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ മനുഷ്യന്മാർ എപ്പോഴും ഒരേ മൈൻഡിലായിരിക്കണം എന്നില്ല. എപ്പോഴും നമുക്ക് ക്യാമറയുടെ മുന്നിൽ പ്ലസൻ്റ് ആയിട്ട് പക്ഷെ നിൽക്കണം. മൈൻഡ് ഓക്കെ അല്ലാത്തൊരു സിറ്റുവേഷനിൽ ക്യാമറയുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഞാൻ ഇപ്പോൾ ബ്രേക്ക് പറയും, സ്പോട്ടിൽ ബ്രേക്ക് പറയും. അതല്ലാതെ കരഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട് ചില വാർത്തകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒക്കെ. ഇമോഷണൽ ആവും. നമ്മൾ അന്നേരം ആരും കാണാതെയൊക്കെ കണ്ണുടച്ച് വാർത്ത വായിച്ചിട്ടൊക്കെ ഉണ്ട്. ബാലഭാസ്കർ എൻ്റെ സുഹൃത്തായിരുന്നു. അപ്പോൾ ബാലഭാസ്കറിൻ്റെ മരണം ശരിക്കും ഞങ്ങൾക്ക് കുറേ മീഡിയ ഫ്രണ്ട്സ് ഉണ്ട് പുള്ളിയുടെ. അപ്പം ഞങ്ങൾ ഓരോരുത്തരും, ഇപ്പോൾ ഞാൻ, എൻ്റെ ഫ്രണ്ട് ശ്രീജ, ഇവരൊക്കെ തന്നെയും ബാലഭാസ്കറിൻ്റെ മരണം വന്ന് ഞാനൊന്ന് മോർണിംഗ് ഷോയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറയേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ കരയും. ചിലപ്പോൾ കണ്ണീര് പുറമേക്ക് വരില്ല, പക്ഷെ നമ്മൾ തകർന്നിട്ടായിരിക്കും പറയുന്നത്. പക്ഷെ അത് മനുഷ്യർക്ക് ആ അർത്ഥത്തിൽ മനസ്സിലാവണം എന്നൊന്നുമില്ല, നമ്മൾ അത്രയും തകർന്നിട്ടാണ് സംസാരിക്കണമെന്ന്. അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ മതി എന്നെ, ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ആളാണ്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനുമായി കണക്ട് ചെയ്താൽ സ്ട്രോങ് ആണോ എന്ന് വെച്ചാൽ പെട്ടെന്ന് കരയുന്ന ആൾ കൂടിയാണ്. പെട്ടെന്ന് കരയുന്ന ആളുകളെല്ലാം സ്ട്രോങ് അല്ലേ എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ആ ഡെഫിനിഷനിൽ കരയുന്ന ആളുകൾ സ്ട്രോങ് അല്ലാതിരിക്കുന്നില്ല, ദുർബലരല്ല. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും മുന്നേ പോകുന്ന ഒരു സ്റ്റോറി അത് ഭയങ്കര നമ്മളെ ഇമോഷണലി ഹോണ്ട് ചെയ്യുന്ന ഒന്നാണെങ്കിൽ ചിലപ്പം അത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് കണ്ണൊക്കെ ഇതാക്കാറുണ്ട്. പിന്നെ തീരെ മാനേജ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ബ്രേക്ക് പറയാറുണ്ട്. അങ്ങനെ ബ്രേക്ക് പറഞ്ഞൊരു സിറ്റുവേഷൻ ഈ അടുത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത് തന്നെ ഒരു, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ അറ്റാക്കും ട്രോളും ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ അതിനകത്ത് എനിക്ക് വളരെ ഇമോഷണലി എന്നെ ടച്ച് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ അതിനകത്ത് അത് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ കുറച്ച് അത് കരയല്ല, നമ്മൾ ഒന്ന് ഓക്കെ അല്ലാതിരിക്കില്ല, നമുക്ക് ഒന്ന് ബ്രീത്ത് എടുക്കാൻ തോന്നില്ലേ, ഞാൻ അതിനുവേണ്ടി ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ട്. അതല്ലാതെ കരഞ്ഞു പോയിട്ടും ഉണ്ട് സത്യത്തിൽ. അത് ഓണെയർ കരഞ്ഞു പോയിട്ടുള്ള അത് പിന്നീട് എല്ലാവരും ഇപ്പോൾ കോമഡി ആയിട്ട് പറയും. നമ്മൾ കിംകിടുക്ക് മരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി ലൈവിലേക്ക് പോയി നിൽക്കുമ്പോൾ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോവാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മൾ കോവിഡിൽ എല്ലാവരും കൂടി അടഞ്ഞിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അന്നേരം ശരിക്കും അവിടെ ഫെസ്റ്റിവൽ നടക്കേണ്ടുന്ന ഡിസംബർ ടൈമിലൊക്കെ മറ്റാണ് കിംകിടുക്ക് മരിക്കുന്നത്. ആ സമയത്ത് ഇങ്ങനെ നമ്മളെ ലൈവിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുപോയി നിർത്തുകയും ഏഷ്യാനെറ്റിൽ വെച്ച് ഞാൻ പെട്ടെന്ന് ഈ മൊത്തത്തിൽ ഉള്ള നമ്മുടെ ഒരു അടഞ്ഞിരിപ്പും, ഇദ്ദേഹത്തെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണാൻ വേണ്ടി നമ്മളിങ്ങനെ പോയതും, ആ ഫെസ്റ്റിവൽ കാലം മിസ് ചെയ്യുന്നതും, കിംകിടുക്ക് മരിച്ചു പോയല്ലോ ഇത്രയും ചെറിയ പ്രായത്തിലെന്ന് വിചാരിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഒറ്റ കരച്ചിൽ. അത് പക്ഷേ അതൊക്കെ ലൈവിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ അല്ലാത്ത എനിക്ക് പലപ്പോഴും ചില വേദികളിലൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെയാണ്, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലേക്ക് എനിക്ക് ഒന്നാമത് ഈ പ്രസംഗം തീരെ വഴങ്ങാത്തൊരു സാധനമാണ്. ക്യാമറയുടെ മുന്നിൽ നിന്ന് നമ്മൾ എന്തും സംസാരിക്കും, പക്ഷേ ഒരു അല്ലാത്ത ഇടത്ത് പോയാൽ എനിക്ക് എൻ്റെ ഇമോഷൻസിനെ ഒന്നും ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ചിലപ്പോൾ മൈക്കിൻ്റെ മുന്നിൽ തന്നെ നിന്ന് കരഞ്ഞു പോയ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ റിപ്പോർട്ട് നടക്കുന്ന സമയങ്ങളിൽ പലപ്പോഴും ഇപ്പം നമ്മുടെ ഫ്ലഡ് വരുന്ന സമയത്ത്, അതുപോലെ ചൂരൽമല ഇൻസിഡൻറ്റ് നടന്ന സമയത്ത്, ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ടി വിയിൽ കാണുമ്പോൾ തന്നെ ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പം നിങ്ങൾ കുറച്ചുകൂടെ അതിലും റോ ആയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പരിചയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടും കരഞ്ഞിട്ടുണ്ടാവുമല്ലോ? ഉറപ്പായിട്ടും. നമുക്ക് അതിനകത്ത് പരിചയം എന്ന് പറയുന്ന ഒന്നും ഒരു കാര്യമല്ല. അതിനകത്ത് ചെറിയ കുട്ടികൾ മരിച്ചിട്ട് ട്രിവാൻഡ്രത്ത് ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ ഓരോ കുട്ടികളെയും ഈ കുട്ടി മരിച്ചു, ഈ കുട്ടി ഓരോ മക്കളുടെയും പേരിങ്ങനെ പറഞ്ഞിട്ട് ഇവർ മരിച്ചാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ആ പ്രിൻസിപ്പലിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒക്കെ നമ്മൾ കരഞ്ഞുകൊണ്ടാണ് സത്യത്തിൽ പോകുന്നത്. പിന്നെ ശ്രീനാഥ് മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ബൈറ്റ് എടുക്കാൻ പോകുമ്പോൾ അവർ പൊട്ടിക്കരയുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് നമ്മൾ കരഞ്ഞു പോവും. പിന്നെ അതൊന്നും ക്യാമറയിൽ വരില്ല. അതൊക്കെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ പലപ്പോഴും ക്യാമറയിലൊക്കെ അത് വന്ന് വേറെ തരത്തിലൊക്കെ ആവും. പക്ഷെ അന്നത്തെ നമ്മളത് കണ്ണുനീര് അവിടെ വെച്ചിട്ട് ബൈറ്റ് എടുക്കും. ഈ ചൂരൽമലയിലൊക്കെ പോയപ്പം സത്യത്തിൽ ഈ ചെറിയ കുട്ടികളുടെ മൃതദേഹം കാത്തുവയ്ക്കുന്ന അച്ഛൻ, അവരുടെ അടുത്തൊക്കെ പോയി ബൈറ്റ് എടുക്കുമ്പോൾ അവർ കരയുമ്പോൾ നമ്മൾ സൈഡിൽ കൂടെ കണ്ണൊക്കെ തുടച്ച് നിൽക്കും. അത് നമ്മൾ ആരായാലും അങ്ങനെ ഇമോഷണലായി പോകുന്നതാണ് തോന്നുന്നത്. അവിടെ നമുക്ക് വലിയ പടച്ചട്ടയിട്ട് ഇവിടെ ജേർണലിസ്റ്റാണ് എന്ന് പറയുന്ന മുഖംമൂടിയൊന്നും പറ്റത്തില്ല, എല്ലാം മനുഷ്യരല്ലേ. അപ്പം അത്തരം വിഷയങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ ഇമോഷണലായി പോകാറുണ്ട്. ഈ പറയുന്നത് പോലെ തന്നെ ഏറ്റവും കൂടുതൽ
അതിപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ജേർണലിസ്റ്റുകൾക്കാണെങ്കിലും എൻ്റർടൈൻമെൻറ്റ് മീഡിയയിലാണെങ്കിലും ന്യൂസ് റിപ്പോർട്ടിങ്ങിലാണെങ്കിലും പൊതുവേ പറയുന്ന ഒരു പേരാണ് മാപ്രകൾ, മാധ്യമ പ്രവർത്തകർ. അവർ ഈ ഭയങ്കര കട്ടി മനസ്സുള്ളവരാണ്. ഒരു മരണ വീട്ടിൽ പോയിട്ട് പോലും ഭയങ്കര റഫായിട്ട് അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് എന്തും ചോദിക്കുന്നവരാണ് എന്നൊക്കെ. അപ്പൊ ആ ഒരു സംഭവം പറയുമ്പോൾ ഈ ഒരു ഇമോഷണൽ വശം എനിക്ക് കണക്ട് ചെയ്യാൻ തോന്നുന്നു. അവര് അതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്താലും ആ പറച്ചില് നമ്മൾ കേൾക്കേണ്ടവരാണ്. അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കേൾക്കേണ്ടവരാണെന്നല്ല, അങ്ങനെയാണ് സമൂഹം. നമ്മൾ കരഞ്ഞാ പറയും അതേ കരഞ്ഞു, ചുമ്മാ കള്ളക്കണ്ണീര് എന്ന് പറയും. റീച്ചിന് വേണ്ടി കരഞ്ഞു എന്ന് പറയും. കരഞ്ഞില്ലെങ്കിൽ പറയും അതാ കണ്ടില്ലേ, കരച്ചിൽ പോലും വരുന്നില്ല, ഇവിടെയൊക്കെ പോയി ഇത്രയും മനുഷ്യത്വം ഇല്ലാതെ ചോദിച്ചു എന്ന് പറയും. പിന്നെ അതിനകത്ത് നമ്മുടെ ആളുകളുടെ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറിയ മിസ്റ്റേക്സ് ഒക്കെ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ലൈവാണല്ലോ. അതിനകത്ത് നമുക്കൊരിക്കലും ഒരു ഡ്രാമ ചെയ്യാനോ അതല്ലെങ്കിൽ ഒന്നിനും ഉള്ളൊരു ഗ്യാപ്പില്ല. ഒന്നിനുമില്ല, നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാനോ ഒന്നും ഉള്ള ഒരു ഗ്യാപ്പില്ല. ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം അത് ചിലപ്പം ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ അത് ഓടായി തോന്നാം, ഓക്കെ അല്ലായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള തെറ്റുകളൊക്കെ പലരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാവും. അത് തിരുത്തി പോവുക എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ ഇവരെല്ലാം മറ്റേ ഹൃദയമില്ലാത്തവരാണ്, ഇവരെല്ലാവരും അങ്ങനെയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പലരുടെയും ഭാഗത്തു നിന്ന് തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ലൈവില് ഒക്കെ തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടാവാം. ചിലപ്പം ആ നേരത്തെ സിറ്റുവേഷന് ചേരാത്തൊരു ചോദ്യം ചോദിച്ചു പോയി കാണാം ആരെങ്കിലും. മേ ബി ഒന്ന് പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ മനുഷ്യർക്കും പറ്റുന്ന തെറ്റാണ്, ആർക്കും പറ്റും. അങ്ങനെ പറ്റിപ്പോയ ഒരു ടങ് സ്ലിപ്പ് ഉണ്ടോ പിന്നീട്? പിന്നെന്താ, എനിക്കുണ്ടായിട്ടുണ്ട്. ഹെഡ്ഗേവാർ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തില്ലല്ലോ എന്ന് ചോദിച്ച് ഹെഡ്ഗേവാർ ആ സമയത്ത് മരിച്ചുപോയിരുന്നു. അത് ഭയങ്കര ട്രോളായിരുന്നു. അപ്പൊ ഞാൻ പറയാം, അങ്ങനത്തെ മിസ്റ്റേക്സ് ഒക്കെ ആർക്കും പറ്റുന്നതാണ്, ആർക്കും പറ്റിപ്പോകാം. ലൈവിൽ ആർക്കും ഒരു ഒരു മിസ്റ്റേക്ക് ഒക്കെ പറ്റിപ്പോകാം. അത് കാരണം അവര് ലോകോത്തര മണ്ടന്മാരാണ്, അവരിനി ഒരിക്കലും നന്നാവാത്തവരാണ്, അല്ലെങ്കിൽ അവര് ഒന്നിനും കൊള്ളാത്ത ജേർണലിസ്റ്റുകളാണ്, അങ്ങനെയൊന്നും കരുതാൻ പറ്റില്ല. ലൈവിൽ ആർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പറ്റിപ്പോകാം. നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ സമയം, അതായത് ഒരു യൂഷ്വലി ഒരു ഗവൺമെൻറ് എംപ്ലോയി ഒരു 9 to 5 ജോബ് പോലെയോ വേറൊരു ജോബ് പോലെയോ അല്ല. ന്യൂസ് റിപ്പോർട്ടിംഗ് എന്നൊക്കെ പറയുമ്പോഴേക്ക് നിങ്ങൾക്കൊരു അങ്ങനെ ഹോളിഡേയ്സ് ഇല്ല, ഒന്നുമില്ല. എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കണം. മേ ബി അടുത്ത ഒരു ബന്ധുവിൻ്റെ കല്യാണമോ നമ്മുടെ തന്നെ ഒരു പലതും നമുക്ക് ചിലപ്പോൾ മിസ്സായി എന്ന് വരാം. എങ്ങനെയാണ് പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും കൂടി മാനേജ് ചെയ്യുന്നത്? സമയം കിട്ടാറുണ്ടോ? പേഴ്സണൽ ലൈഫ് മിസ് ചെയ്യാറുണ്ടോ? മിസ് ചെയ്യാറുണ്ട് പലപ്പോഴും അത് മിസ് ചെയ്യാറുണ്ട്. കാരണം എല്ലാവരും സൺഡേ വീട്ടിൽ ഓഫീസിൽ പോകാതിരിക്കുമ്പോൾ നമ്മൾ സൺഡേ എല്ലാ ദിവസവും ഓഫീസിൽ പോകണം. പിന്നെ ഈ അതിനേക്കാൾ കുഴപ്പമില്ല, സൺഡേ നമുക്ക് മിസ്സായാലും ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഓഫ് എടുക്കാൻ പറ്റും. പക്ഷേ ഈ ഓണത്തിനൊക്കെയാണ് ശരിക്കും, ഓണത്തിന് നമ്മൾക്ക് ഓണം അങ്ങനത്തെ ചടങ്ങുകൾ വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ആങ്കേഴ്സ് കൂടിയാണല്ലോ. അപ്പോൾ നമ്മൾ നല്ല വേഷമൊക്കെ ഇട്ട് ആ ദിവസം സ്ക്രീനിൽ വേണം എന്നുള്ളതാണ്. ആരും അങ്ങനെ നിർബന്ധിക്കാറൊന്നുമില്ല ഇപ്പോൾ ഒന്നും. പക്ഷേ നമ്മൾ ആ ദിവസം സ്ക്രീനിൽ വേണ്ടത് ഒരാവശ്യമാണെന്ന് നമുക്ക് തന്നെ തോന്നും. കാരണം നമ്മൾ ഇല്ലെങ്കിൽ ആ ഒരു ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം ആളുകൾ TV തുറന്ന് നോക്കുമ്പോൾ വേണം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും അത് നമ്മളുടെ ഒരു ആഗ്രഹമായിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആ ഒരു മുൻഗണന കൊടുക്കുമ്പോൾ നമുക്ക് വീട്ടുകാരുടെ കൂടെയുള്ള ഓണമൊക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അത് അച്ഛൻ്റെ അമ്മയുടെയും കൂടെയുള്ള ഓണങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. അതുപോലെ തന്നെ വേറൊരർത്ഥത്തിൽ സന്തോഷമുണ്ട്. നമ്മൾ വേറൊരർത്ഥത്തിലാണ് ആളുകളുടെ മുന്നേ ആ ഓണ ദിവസമൊക്കെ എത്തിച്ചേരുന്നത്. അങ്ങനെ ഒരുപാട് അങ്ങനത്തെ സെലിബ്രേഷൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്.